ഇപ്പോൾ രാജ്യമെമ്പാടും വിവിധ തലങ്ങളിലുള്ള പാർട്ടി സമ്മേളനങ്ങൾ നടന്നു വരികയുമാണ്. നമ്മുടെ നാട്ടിൽ എല്ലാ തലത്തിലുമുള്ള പാർട്ടി സമ്മേളനങ്ങൾ ഓരോ നാടിന്റെയും ജനകീയ ഉത്സവങ്ങളായാണ് സംഘടിപ്പിക്കപ്പെടുന്നത്. എല്ലാ വിഭാഗം ആളുകൾക്കും പങ്കാളിത്തമുള്ള ആവേശോജ്വലമായ ആ ജനകീയ ഉത്സവത്തിന്റെ ആഘോഷത്തിന്റെ ഭാഗമായി വൈവിധ്യപൂർണമായ കലാ സാംസ്കാരിക അനുബന്ധ പരിപാടികളെല്ലാം നടക്കുന്നു. എറണാകുളം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കപ്പെട്ട മതനിരപേക്ഷ ഇന്ത്യ നേരിടുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള സെമിനാറിലാണ് നമ്മളിവിടെ ഇന്ന് ഒത്തുകൂടിയിട്ടുള്ളത്. അധ്യക്ഷ പ്രസംഗത്തിൽ മതനിരപേക്ഷതയെ ഹ്രസ്വമായി പൗലോസ് മാഷ് ഇവിടെ നിർവചിക്കുകയുണ്ടായി. എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ കാലഘട്ടത്തിൽ യാതൊരു സന്ദേഹങ്ങൾക്കും ഇടവല്ലാത്ത വിധം വ്യക്തമായി കൃത്യമായി വിശദീകരിക്കേണ്ട ഒരു വാക്കു തന്നെയാണ് മതനിരപേക്ഷത. അതിനൊരു തുടക്കമാണ് മാഷിവിടെ കുറിച്ചത് എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം മതനിരപേക്ഷത അഥവാ സെക്യുലറിസം എന്ന പദം പലതരത്തിലുള്ള വികൃത വ്യാഖ്യാനങ്ങൾക്ക് വിധേയമായി കൊണ്ടേയിരിക്കുന്നുണ്ട്. സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ എന്താണ് മതനിരപേക്ഷത, അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് എന്നത് വ്യക്തമാക്കേണ്ടത് ഒരു രാഷ്ട്രീയ പ്രവർത്തനം കൂടിയാണ്. ചിലർ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് അത് സർവമത സമഭാവനയാണ് എന്നാണ്. അങ്ങനെയായിരുന്നുവെങ്കിൽ അതിന് കുറെ കൂടി ഉചിതമായ ഒരു പദം സെക്യുലറിസത്തിന് പകരം പ്ലൂറലിസം എന്നോ മറ്റോ ആയിരുന്നു. പക്ഷേ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്നത് സെക്യുലറിസം എന്ന വാക്കു തന്നെയാണ്, അഥവാ ആ ആശയം തന്നെയാണ്. ഇനി യുക്തിവാദികളും മറ്റും പലപ്പോഴും വിശദീകരിക്കാൻ ശ്രമിച്ചു കണ്ടിട്ടുള്ളത് മതനിരപേക്ഷത എന്നാൽ മതനിരാസമാണ് എന്നാണ്. അതിന് എത്തിയസം എന്ന് പറയുന്നത് തന്നെയാണ് കൂടുതൽ ഉചിതം, സെക്യുലറിസം അല്ല. അപ്പൊ ഇത് രണ്ടുമല്ല, മതനിരാസമോ സർവമത സമഭാവനയോ അല്ലാത്ത ഒന്ന്, അതാണ് മതനിരപേക്ഷ. മാഷിവിടെ വളരെ കൃത്യമായി തന്നെ സൂചിപ്പിച്ചു. മതനിരപേക്ഷത എന്നാൽ ആ ഒരു വാക്കിൽ അവസാനിക്കുന്നതല്ല. അത് കുറച്ചുകൂടി വിശദമായി പറയണം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മതനിരപേക്ഷത ഒരു പദം മാത്രമല്ല, അത് ഒരു രാഷ്ട്രസങ്കല്പമാണ്. അതാണ് മാഷിവിടെ പറഞ്ഞത്, രാഷ്ട്രസങ്കല്പമാണ്. മതനിരപേക്ഷ രാഷ്ട്രം എന്നാണ് പറയുന്നത്. മതനിരപേക്ഷ രാഷ്ട്രം എന്ന മലയാള വാക്കിന് ഒരൊറ്റ അർത്ഥമേയുള്ളൂ, അത് രാഷ്ട്രത്തിന് മതമില്ല എന്ന് തന്നെയാണ്. മതനിരപേക്ഷ രാഷ്ട്രം. എന്നാൽ ആ ഒരു നിർവചനം കൊണ്ടോ വിശദീകരണം കൊണ്ടോ ഇന്ത്യൻ മതനിരപേക്ഷത എന്ന ആശയം പൂർണ്ണമാവില്ല. ഇന്ത്യൻ മതനിരപേക്ഷതയ്ക്ക് പ്രധാനമായും 3 ഭാഗങ്ങളുണ്ട് എന്ന് കാണാൻ കഴിയും. അതിലാദ്യ ഭാഗമാണ് ഇവിടെ സൂചിപ്പിച്ചത്, രാഷ്ട്രത്തിന് മതമില്ല. ലോകത്തിലെ പല രാജ്യങ്ങളും ഔദ്യോഗിക മതം എന്ന നിലയിൽ ഏതെങ്കിലും ഒരു മതത്തെ ഉയർത്തിപ്പിടിക്കുമ്പോൾ ഇന്ത്യ അങ്ങനെ ഒരു ഔദ്യോഗിക മതം ഉയർത്തിപ്പിടിക്കുന്നില്ല. ഇന്ത്യയുടെ ഔദ്യോഗിക മതം ഏത് എന്ന് ഏതെങ്കിലും ഒരു മത്സര പരീക്ഷയിൽ ചോദിച്ചാൽ അതിന്റെ ഉത്തരം ഇന്ത്യക്ക് ഔദ്യോഗിക മതമില്ല എന്ന് തന്നെയാണ്. പക്ഷെ അത് ഇന്ത്യൻ മതനിരപേക്ഷതയുടെ ഒരു ഭാഗം മാത്രമാണ്. രാഷ്ട്രത്തിനു മതമില്ല, ശരി. രണ്ടാം ഭാഗം, പൗരന്മാർക്കോ ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഭരണഘടനാപരമായി തന്നെ അവരവർക്ക് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുകയും ആ മതത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങൾ അനുസരിച്ച് ജീവിക്കുകയും ആ മതത്തിന്റെ കാഴ്ചപ്പാടുകൾ പ്രചരിപ്പിക്കുകയും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. സമ്പൂർണ്ണ സ്വാതന്ത്ര്യമാണ്. അത് ഇന്ത്യൻ മതനിരപേക്ഷതയുടെ രണ്ടാം ഭാഗമാണ്. മതമില്ലാത്തത് രാഷ്ട്രത്തിനാണ്. ജനങ്ങൾക്ക് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാം. പക്ഷെ ആ രണ്ടാം ഭാഗം കൊണ്ടും ഇന്ത്യൻ മതനിരപേക്ഷതയുടെ നിർവചനം പൂർണ്ണമാകുന്നില്ല. ഒരു 3-ാം ഭാഗം കൂടി. ആ 3-ാം ഭാഗം ഒരു മതത്തിലും വിശ്വസിക്കാൻ തൽപരരല്ലാത്തവർക്ക്
മതരഹിതരായും ജീവിക്കാം. എങ്ങനെ? തുല്യാവകാശങ്ങളോടെ ജീവിക്കാം. ഇത് മൂന്നും ചേരുമ്പോഴാണ് ഇന്ത്യൻ മതനിരപേക്ഷത എന്ന ആശയം ഏറെക്കുറെ പൂർണ്ണമാകുന്നത്. രാഷ്ട്രം ഔദ്യോഗികമായി ഏതെങ്കിലും ഒരു മതത്തെ ഉയർത്തിപ്പിടിക്കാതിരിക്കുകയും എന്നാൽ പൗരന്മാർക്ക് മതവിശ്വാസത്തിന്റെ കാര്യത്തിൽ സമ്പൂർണ്ണ സ്വാതന്ത്ര്യം വകവയ്ക്കുകയും ഒരു മതത്തിലും വിശ്വസിക്കാൻ തൽപരരല്ലാത്തവർക്ക് മതരഹിതരായി ജീവിക്കാനുള്ള അവകാശം ഉറപ്പുവരുത്തുകയും ഇങ്ങനെ എല്ലാം ഉള്ള പൗരന്മാർ തുല്യാവകാശമുള്ളവരായിരിക്കും എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നതാണ് ഒരർത്ഥത്തിൽ ഇന്ത്യൻ മതനിരപേക്ഷത. നോക്കൂ, നിങ്ങൾ നമ്മുടെ രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയായ ഡൽഹിയിൽ പോയിട്ടുള്ള ധാരാളം ആളുകൾ ഇവിടെ ഉണ്ടാകും. ഡൽഹിയിൽ പോകുന്നവരെല്ലാം വിട്ടുപോകാതെ കാണുന്ന ഒരുപാട് വലിയ ചരിത്ര സ്മാരകങ്ങൾ, മഹാസൗധങ്ങൾ, നിർമ്മിതികളുണ്ട്. ചെങ്കോട്ടയും കുത്തബ്മിനാറും ഇന്ത്യ ഗേറ്റും ഒക്കെ കാണും. ആ കൂട്ടത്തിൽ പെട്ട ഒന്നായി ഇപ്പൊ എല്ലാവരും പരിഗണിക്കുന്ന ഒന്നാണ് സൗത്ത് ദില്ലിയിലെ കാൽക്കാജിയിലുള്ള ലോട്ടസ് ടെമ്പിൾ. അത് കണ്ടിട്ടുള്ളവർ ഇവിടെ ഉണ്ടാവും. അതിമനോഹരമായ ഒരു വാസ്തുശില്പ നിർമ്മിതിയാണ്. ആകാശത്തേക്ക് വിടർന്നു നിൽക്കുന്ന ഒരു മനോഹര പുഷ്പത്തിന്റെ മാതൃകയിലുള്ള ഒരു സൗധം. ആ ലോട്ടസ് ടെമ്പിൾ ഒരു ആരാധനാലയമാണ്. അതാണ് അതിന്റെ പ്രത്യേകത. ആരുടെ ആരാധനാലയം? ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ. ഏതാണ് മതം? മതത്തിന്റെ പേര് ബഹായി എന്നാണ്. ബഹായി മതം. തൃപ്പൂണിത്തുറയിൽ എത്ര ബഹായി മതവിശ്വാസികളുണ്ട്? ആരും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ഉണ്ടെങ്കിൽ തന്നെ അധികം ഉണ്ടാവും. ഒരു ചെറിയ മതമാണ്. കോടാനുകോടി വിശ്വാസികൾ അണിനിരന്നിട്ടുള്ള ഒരു മഹാശക്തമായ മതമല്ല, ചെറിയ മതം. ആയിരത്താണ്ട് വർഷങ്ങളുടെ ചരിത്രമുള്ള മതവുമല്ല. പക്ഷെ വളരെ ചെറിയ ചരിത്രവും പൈതൃകവുമുള്ള അംഗസംഖ്യയുടെ കാര്യത്തിലും ലോകത്തിലെ പ്രബല മതവിഭാഗങ്ങളുടെ കൂട്ടത്തിൽപ്പെടാത്ത ആ ചെറിയ മതവിഭാഗത്തിലും നമ്മുടെ രാഷ്ട്രത്തിന്റെ തലസ്ഥാന നഗരിയിൽ ഒരു മഹാസൗധം പടുത്തുയർത്താനും അതിന്റെ വാതായനങ്ങൾ ലോകത്തിന്റെ മുൻപാകെ തുറന്നു വെക്കാനും ദിനേന 10,000-കണക്കിന് വരുന്ന സഞ്ചാരികളെ സ്വീകരിക്കാനും കഴിയുന്നത് നമ്മുടെ രാഷ്ട്രം മതനിരപേക്ഷ രാഷ്ട്രമാണ് എന്നതുകൊണ്ടാണ്. അവിടെ വലിപ്പച്ചെറുപ്പങ്ങളോ മൂക്കുളമകളോ ഒന്നുമില്ല. തുല്യാവകാശമാണ്. സവിശേഷ പരിഗണന ആർക്കുമില്ല. ഓരോരുത്തർക്കും അവരവരുടെ വിശ്വാസങ്ങളെ മുറുകെ പിടിക്കാനുള്ള സമ്പൂർണമായ സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യം വകവെച്ചു കൊടുക്കുന്നു, ഭരണഘടനാപരമായി തന്നെ. അതുകൊണ്ടാണ് പണ്ട് റോമൻ റോളണ്ട് നമ്മുടെ രാജ്യത്തെക്കുറിച്ച് എഴുതി. അദ്ദേഹം ഇന്ത്യയെക്കുറിച്ച് വിശേഷിപ്പിച്ചത് ഏറ്റവും മനോഹരമായ പദാവലികളോടെയാണ്. ഒരുപക്ഷെ നമ്മുടെ രാജ്യത്തെ അത്രമാത്രം മനോജ്ഞമായി മറ്റാരെങ്കിലും വിശദീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്ന് സംശയവുമാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായി: ലോകത്തിലെ മനുഷ്യരുടെ, ഇന്ത്യയിലെ മനുഷ്യരുടെ എന്നല്ല പറഞ്ഞത്, ലോകത്തിലെ മനുഷ്യരുടെ എല്ലാ സ്വപ്നങ്ങൾക്കും അഭയമൊരുക്കുന്ന ഒരിടം ഈ ഭൂമുഖത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇന്ത്യയാണ് എന്നാണ് അദ്ദേഹത്തിന്റെ വാക്ക്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ലോകത്തിലെ മനുഷ്യർ എന്ന് പറഞ്ഞാൽ അതിൽ പാകിസ്ഥാനും അമേരിക്കയും ആഫ്രിക്കയും ഇംഗ്ലണ്ടും എല്ലാം പെടും. നാം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ആ അർത്ഥത്തിൽ അപരിചിതരായ കോടാനുകോടി വരുന്ന മനുഷ്യർ, അവരുടെ എല്ലാ സ്വപ്നങ്ങളുടെ അതിരാകാശമാണെന്നാണ് പറയുക. അത്രമാത്രം വൈവിധ്യപൂർണമായിരിക്കും സ്വപ്നങ്ങൾ. അപ്പൊ അദ്ദേഹം പറയുന്നു, ലോകത്തിലെ എല്ലാ മനുഷ്യരുടെയും സ്വപ്നങ്ങൾക്ക് അഭയമൊരുക്കുന്ന ഒരിടം ഈ ഭൂമുഖത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇന്ത്യയാണ്. പച്ച മലയാളം: ഈ ലോകത്തിലെ ഏതൊരു മനുഷ്യനും അവന്റെ വിശ്വാസങ്ങളും കാഴ്ചപ്പാടുകളുമായി അവനായി ഈ ഇന്ത്യയിൽ ജീവിക്കാം എന്നാണ്. അവനായി, അവളായി ഇന്ത്യയിൽ ജീവിക്കാം. നിങ്ങൾ ആരാണോ ആ നിങ്ങളായി തന്നെ ഈ രാജ്യത്ത് ജീവിക്കാം. നിങ്ങളെ നിങ്ങളുടെ സമഗ്രതയിൽ ഉൾക്കൊള്ളുന്ന, അംഗീകരിക്കുന്ന ഒരു രാഷ്ട്രമാണ് ഇന്ത്യ. അതാണ് നമ്മുടെ രാജ്യത്തിന്റെ സവിശേഷത. അപ്പൊ മതനിരപേക്ഷ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഈ മഹാവൈപുല്യത്തെ എല്ലാം ഉൾക്കൊള്ളാൻ കഴിയുന്ന ഹൃദയവിശാലതയുള്ള ഒരു രാഷ്ട്രമാണ് എന്നാണ് സങ്കല്പം. ആ രാജ്യം നേരിടുന്ന വെല്ലുവിളികളെ കുറിച്ചാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത്.
മതനിരപേക്ഷ ഇന്ത്യ നേരിടുന്ന വെല്ലുവിളി എന്ന് ചോദിച്ചാൽ അത് വേണമെങ്കിൽ ഒറ്റ വാക്കിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം. അത് വർഗീയതയല്ലാതെ മറ്റൊന്നുമല്ല. ആ വർഗീയത എങ്ങനെ നമ്മുടേതുപോലെ ഒരു രാജ്യത്ത് വേരു പിടിച്ചു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. സത്യത്തിൽ ഇന്ത്യ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ വർഗീയതയ്ക്ക് അങ്ങനെ വലിയ വേരുള്ള ഒരു രാജ്യമല്ല നമ്മുടെ. ഞാൻ അതിന്റെ ചരിത്ര വിശദാംശങ്ങൾ ഇപ്പോൾ അങ്ങനെ വിശദീകരിക്കണം എന്ന് കരുതുന്നില്ല. ഇനി വർഗീയത എന്താണ് എന്നതും ഈ കാലഘട്ടത്തിൽ നാം വിശദീകരിക്കുന്നത് ഉചിതമായി. വർഗീയത ആ വാക്കിനും ഒരൊറ്റ അർത്ഥമേ ഉള്ളൂ. വളരെ ലളിതമായി പറഞ്ഞാൽ അധികാരത്തിനു വേണ്ടി മതവിശ്വാസത്തെ ഉപയോഗിക്കലാണ് വർഗീയത. അത് വിശ്വാസവും തമ്മിൽ നേരിട്ട് ബന്ധമൊന്നുമില്ല. അധികാരത്തിനു വേണ്ടി മതത്തെ ഉപയോഗപ്പെടുത്തുന്നതാണ് വർഗീയത. അങ്ങനെ ഉപയോഗപ്പെടുത്തുന്ന ആൾ വിശ്വാസിയായിക്കൊള്ളണമെന്നേയില്ല. വിശ്വാസികൾക്ക് അധികാരം ഒരു പ്രശ്നവുമല്ല. അതുകൊണ്ട് ഒരു വിശ്വാസി സാധാരണ നിലയിൽ വർഗീയവാദിയാകാൻ ഇടയുമില്ല. ഇപ്പോ ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളവരിൽ മഹാഭൂരിപക്ഷവും വിശ്വാസികളായിരിക്കും എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. അതിൽ നമുക്കൊരു വിരോധവുമില്ല. വിശ്വാസത്തോട് കുരിശുയുദ്ധം നടത്തുകയല്ല നമ്മുടെ രാഷ്ട്രീയ ഉത്തരവാദിത്വം. അങ്ങനെ ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റിദ്ധാരണ മാത്രവുമാണ്. മനുഷ്യൻ ആരാധനാലയങ്ങളിൽ പോകുന്നതും പ്രാർത്ഥിക്കുന്നതും ഒക്കെ എന്തിനാണ്? പലതരത്തിലുള്ള ജീവിത സംഘർഷങ്ങൾ, നൈരാശ്യം, അസുഖങ്ങൾ, പ്രശ്നങ്ങൾ, ബാധ്യതകൾ. അതിനിടയിൽ എവിടെയെങ്കിലും ഒരിടത്ത് വിശ്വാസം അർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ചിലർക്ക് മനസ്സിനൊരു ആശ്വാസം കിട്ടുന്നു. ആവട്ടെ, ആ ആശ്വാസം പാടില്ല എന്ന് തടയാൻ മാത്രം ഹൃദയശൂന്യരല്ല നാം. മറ്റു കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ അങ്ങനെയുള്ള വിശ്വാസികൾക്ക് വർഗീയവാദിയാവുക സാധ്യമേ അല്ല. അത് അവന്റെ പ്രശ്നമേ അല്ല. പിന്നെ ആരുടേതാണ്? അധികാരം പിടിച്ചുപറ്റാൻ ആഗ്രഹിക്കുന്ന ചിലരാണ് മതത്തെ ആയുധമായി ഉപയോഗിക്കുന്നത്. അവർ വിശ്വാസികളായിക്കൊള്ളണമെന്നുമില്ല. ഇപ്പൊ ഇന്ത്യൻ വർഗീയതയുടെ ആദ്യം ഓർമ്മിക്കുന്ന പേരാണ് സവർക്കറുടെ പേര്. സവർക്കർ ഒരു വിശ്വാസിയായിരുന്നില്ല എന്നെല്ലാവർക്കും അറിയാം. ഒരു വിശ്വാസിയായിരുന്നില്ല. എന്നാൽ ഏറ്റവും അക്രമോത്സുകമായ മതരാഷ്ട്രവാദത്തെ, ഹിംസോന്മുഖമായ ഇന്ത്യൻ വർഗീയതയുടെ പ്രത്യയശാസ്ത്രത്തിന്റെ രൂപം നൽകിയ ആൾ സവർക്കറാണ്. വിശ്വാസിയായിരുന്നില്ല. അതിനും കുറച്ചു മുൻപ് മുസ്ലിങ്ങൾക്ക് സ്വന്തമായി ഒരു രാജ്യം വേണം എന്ന രാഷ്ട്രീയ ആവശ്യം മുൻപോട്ട് വെച്ച മുഹമ്മദ് അലി ജിന്ന മുസ്ലിങ്ങൾക്ക് ഒരു രാഷ്ട്രം വേണം മതത്തിന്റെ പേരിലാണ് അവകാശം. എന്നാൽ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾക്ക് അനുസൃതമായ ജീവിതം നയിച്ച ആളായിരുന്നില്ല മുഹമ്മദ് അലി ജിന്ന. അദ്ദേഹത്തിന്റെ ജീവചരിത്രകാരന്മാർ പലരും ചൂണ്ടിക്കാട്ടുന്നത് മുഹമ്മദ് അലി ജിന്നയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം പന്നിയുടെ മാംസവും പാനീയം മദ്യവുമായിരുന്നു എന്നാണ്. ഇത് രണ്ടും മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിഷിദ്ധമാണ്, വിലക്കപ്പെട്ടതാണ്. അപ്പോ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾക്ക് അനുസൃതമായ ജീവിതം നയിച്ച ആളായിരുന്നില്ല മുഹമ്മദ് അലി ജിന്ന. ഇസ്ലാം എന്നത് ജിന്നയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയാധികാരം പിടിച്ചുപറ്റാനുള്ള ഒരു ഉപായം മാത്രമായി. ഇതാണ് പലരുടെയും സ്ഥിതി. ഞാൻ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല. പറഞ്ഞു വരുന്നത് മതനിരപേക്ഷത എന്ന വാക്കു കുറക്കുന്നതിന് മുൻപ് ഒരു പക്ഷേ ആ ആശയത്തെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയ ഒരു നാട് എന്ന നിലയിൽ നമ്മുടെ നാട്ടിൽ, നമ്മുടെ രാജ്യത്ത് എങ്ങനെ വർഗീയത വേരുപിടിച്ചു. അതിന്റെ ചരിത്രം പരിശോധിച്ചാൽ ആദ്യം പ്രതിക്കൂട്ടിൽ കയറി നിൽക്കേണ്ടി വരിക ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പാർട്ടിക്ക് തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വതന്ത്രയാവും. ബ്രിട്ടൻ രാജ്യഭാരം ഇന്ത്യയിലെ ഗവൺമെന്റിന് കൈമാറും. 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രി നെഹ്റുവാണ് പ്രധാനമന്ത്രിയായി നിയോഗിക്കപ്പെട്ടത്. അദ്ദേഹത്തിന്റെ ക്യാബിനറ്റിൽ 15 പേരാണ് ഉണ്ടായിരുന്നത്. അതാണ് ഇന്ത്യയുടെ ആദ്യത്തെ ക്യാബിനറ്റ്. ദേശീയ സ്വീകാര്യതയുള്ള സ്വാതന്ത്ര്യ സമര സേനാനികൾ ഉൾപ്പെടെയുള്ള മഹത്തരമായ വ്യക്തിത്വത്തിന്റെ ഉടമകൾ ആ ക്യാബിനറ്റിലുണ്ടായി. ഡോക്ടർ അംബേദ്കർ, മൗലാന അബുൽ കലാം ആസാദ്, സർദാർ വല്ലഭായ് പട്ടേൽ,
മലയാളിയായ ജോൺ മത്തായി, രാജ്കുമാരി അമർ കൗർ, അങ്ങനെ പോകുന്നു ആ പട്ടി. പക്ഷെ ഈ കൂട്ടത്തിൽ ഒരാൾ മറ്റു പേരുകാരുടെ ഒപ്പം പരാമർശിക്കപ്പെടേണ്ട ഒന്നായിരുന്നില്ല. ഒരു പേരല്ല, കൂട്ടത്തിൽ ചേരാത്ത ഒരാൾ അതിലുണ്ടായി. അത് മറ്റാരുമല്ല, 24-കാരൻ RSSകാരനായ ഹിന്ദു മഹാസഭയുടെ നേതാവായ RSSന്റെ നിർദ്ദേശപ്രകാരം പിൽക്കാലത്ത് ഭാരതീയ ജനസംഘം രൂപീകരിച്ചപ്പോ അതിന്റെ സ്ഥാപകനായി മാറിയ ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയായിരുന്നു. എങ്ങനെ ജവഹർലാൽ നെഹ്റുവിന്റെ ക്യാബിനറ്റിൽ ഒരു RSSകാരൻ അംഗമായി എന്ന ചോദ്യം പ്രസക്തമാണ്. എങ്ങനെയായി? ഈ ചോദ്യം ചോദിക്കാൻ ഇന്ന് നെഹ്റു നമ്മോടൊപ്പം ഇല്ല. നെഹ്റു പലപ്പോഴും മതനിരപേക്ഷ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചയാളാണ്. പൗലോസ് മാഷോടെ സൂചിപ്പിച്ചു, സോമനാഥ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടന വേളയിൽ രാജേന്ദ്ര പ്രസാദിനെ തിരുത്താൻ ശ്രമിച്ചയാളാണ്. സൂക്ഷ്മ രാഷ്ട്രീയത്തിൽ വിയോജിക്കുമ്പോൾ നെഹ്റുവിനെ പൊതുവിൽ ആദരവോടെ കാണുന്നതിന് ഒരു വിരോധവും നമുക്കില്ല. പക്ഷേ ആ നെഹ്റു തന്റെ ആദ്യ ക്യാബിനറ്റ് രൂപീകരണ വേളയിൽ കാലത്തിന് പരിഹരിക്കാനാവാത്ത ഒരു രാഷ്ട്രീയ കുറ്റകൃത്യം ചെയ്തു എന്നത് വസ്തുതയാണ്. ഇന്ത്യൻ വർഗീയതയുടെ വേരുകൾ പരിശോധിക്കുന്നവർക്ക് ഇത് കാണാതിരിക്കാനാവില്ല. അവിടെ നിന്ന് മുൻപോട്ട് ചരിത്രത്തിലെ വിവിധ സന്ദർഭങ്ങളിലൂടെ കടന്നുപോയാൽ ഇന്ത്യൻ രാഷ്ട്രീയ വലതുപക്ഷവും വർഗീയതയും കൈകോർത്ത് പിടിച്ചതിന്റെ നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് കാണാനാവും. ഒരുപാട് ഉദാഹരണങ്ങൾ. ഞാൻ ആ ഉദാഹരണങ്ങളെല്ലാം ഇവിടെ വിശദീകരിക്കുന്നില്ല. പക്ഷെ മലയാളികൾ എന്ന നിലയിൽ നാം ഓർത്തിരിക്കേണ്ട 1-2 ചരിത്ര സന്ദർഭങ്ങൾ മാത്രം. 47-ലെ സ്വാതന്ത്ര്യ ലബ്ധി കഴിഞ്ഞ് കൃത്യം 10 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് കേരളത്തിലെ ആദ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. 57. നമുക്കറിയാം, EMS അധികാരത്തിൽ വന്നു മുഖ്യമന്ത്രിയായി ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് വന്നു. ആ ഗവൺമെന്റിനെതിരായി വിമോചന സമരം കോൺഗ്രസ് ജാതിമത സാമുദായിക ശക്തികളെ എല്ലാം അണിനിരത്തിക്കൊണ്ട് നടത്തിയ ഏറ്റവും പ്രതിലോമകരമായ സമരം എന്ന് എല്ലാവരും അതിനെ വിശേഷിപ്പിക്കുന്നു. ഒപ്പം ആ വിമോചന സമരത്തിന്റെ സജീവമായ ഒരു പിന്തുണ RSS ആയി. RSS ആദ്യമായി കേരളത്തിലൊരു സമരത്തെ സജീവമായി പിന്തുണച്ചത് വിമോചന സമരത്തെ. വിമോചന സമരത്തിന്റെ മുഖത്ത് RSSഉം കോൺഗ്രസും ഒരേ മനസ്സോടെയാണ് 59 ആ ഗവൺമെന്റിനെ പിരിച്ചുവിട്ടു. ശിശുസഹജമായ പിടിവാശി, ഇന്ദിരാഗാന്ധിയുടെ പിടിവാശിയുടെ മുൻപിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നെഹ്റു ഒരു നിമിഷം പുത്രീവത്സലനായ പിതാവ് മാത്രമായി മാറി എന്നാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെ ഭരണഘടനയെ ദുരുപയോഗിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട അപ്പോഴും ഭൂരിപക്ഷമുള്ള ഗവൺമെന്റിനെ പിരിച്ചുവിട്ടു. പിന്നീട് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നത് 1960-ലാണ്. അതായത് ഐക്യ കേരളത്തിലെ 2ാമത്തെ തെരഞ്ഞെടുപ്പ്, 2ാം കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിയായിരുന്ന EMS മത്സരിച്ചത് പട്ടാമ്പിയിലാണ്. കോൺഗ്രസിന്റെ ലക്ഷ്യം EMSനെ തോൽപ്പിക്കുക എന്നതായിരുന്നു. EMSനെ തോൽപ്പിക്കാൻ പട്ടാമ്പിയിലെ പൗരപ്രമുഖൻ കൂടിയായിരുന്ന ശ്രീ A. രാഘവൻ നായരെയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. 1960-ലെ തെരഞ്ഞെടുപ്പിന്റെ മറ്റൊരു പ്രത്യേകത, കേരളത്തിൽ ആദ്യമായി RSS മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പ്. RSS എന്ന് പറഞ്ഞാൽ ജനസംഘം, അന്നത്തെ BJPയുടെ രൂപം. ജനസംഘം കേരളത്തിൽ ആദ്യമായി ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് 1960-ലാണ്. എല്ലാ മണ്ഡലത്തിലുമില്ല. തിരഞ്ഞെടുക്കപ്പെട്ട 4 മണ്ഡലങ്ങൾ, അതിലൊന്ന് പട്ടാമ്പിയായി. പട്ടാമ്പിയും ഗുരുവായൂരും വണ്ടത്തോടും കോഴിക്കോടും 4 മണ്ഡലങ്ങൾ തെരഞ്ഞെടുത്തു. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ ദീനദയാൽ ഉപാധ്യായ കേരളത്തിലേക്ക് വന്നു. സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞു, പ്രചരണം ആരംഭിച്ചു. പ്രചരണം ഒരു ഘട്ടം പിന്നിട്ടു. കേരളത്തിലെ കോൺഗ്രസിന്റെ നേതൃത്വം ദീൻദയാൽ ഉപാധ്യായയെ സന്ദർശിച്ചു. മറ്റ് RSS നേതാക്കന്മാരും ആ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. കോൺഗ്രസ് RSSനോട് പറഞ്ഞു, ഈ തിരഞ്ഞെടുപ്പിൽ നമ്മുടെ 2 പേരുടെയും ലക്ഷ്യം ഒന്നാണ്. ഞങ്ങളുടെ ലക്ഷ്യവും നിങ്ങളുടെ ലക്ഷ്യവും ഒന്നാണ്. EMSനെ പരാജയപ്പെടുത്തുക എന്നതാണ് നമ്മുടെ 2 പേരുടെയും ലക്ഷ്യം. പിന്നെ നമ്മളിങ്ങനെ 2ആയി മത്സരിക്കേണ്ട കാര്യമുണ്ടോ? പട്ടാമ്പി
എന്തുകൊണ്ട് നമുക്കൊരു സംയുക്ത സ്ഥാനാർത്ഥിയെ നിർത്തിക്കൂടാ? കോൺഗ്രസിന്റെ നിർദ്ദേശത്തിന് ദീൻദയാൽ ഉപാധ്യായ പച്ചക്കൊടി കാണിച്ചു, പ്രഖ്യാപിച്ച് പ്രചരണം ഒരു ഘട്ടം പിന്നിട്ട സ്ഥാനാർത്ഥിയെ പി മാധവ മേനോനെ പിൻവലിക്കാൻ RSS തീരുമാനിച്ചു. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി രാഘവൻ നായർ RSSന്റെ കൂടി സ്ഥാനാർത്ഥികൾ. 960 EMSനെതിരെ പട്ടാമ്പിയിലാണ് കേരളത്തിൽ RSSുമായി കോൺഗ്രസ് ഒരു തിരഞ്ഞെടുപ്പ് മുഖത്ത് പരസ്യമായി കൈകോർത്ത് പിടിച്ച് സംയുക്ത സ്ഥാനാർത്ഥിയെ നിർത്തിയത്. പക്ഷെ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ആ വലതുപക്ഷ വർഗീയ കൂട്ടുകെട്ടിനെ പരാജയപ്പെടുത്തി എന്ന് നമുക്കറിയാം. 10 കൊല്ലം കഴിഞ്ഞ് 971 ഇന്ത്യൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പ്. പാർലമെന്റിലെ സാധാരണക്കാരന്റെ ശബ്ദം എന്ന് ഒരു വേള നെഹ്റു തന്നെ വിശേഷിപ്പിച്ച ഇന്ത്യയിൽ പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെട്ട സഖാവ് AKG ആയിരുന്നു പാലക്കാട് ലോകസഭാ മണ്ഡലത്തിൽ CPIMന്റെ സ്ഥാനാർത്ഥി 71. അവിടെയും ഈ RSS കോൺഗ്രസ് സംയുക്ത സ്ഥാനാർത്ഥി രംഗത്ത്. ഇത്തവണ പ്രഖ്യാപിച്ച ശേഷം പിൻവലിക്കപ്പെട്ടത് കോൺഗ്രസിന്റെ നേതാവായി. പകരം RSSന്റെ ജില്ലാ കാര്യവാഹകർ പ്രൊഫസർ DC ഗോവിന്ദൻ കോൺഗ്രസിന്റെയും RSSന്റെയും സംയുക്ത സ്ഥാനാർത്ഥിയായി. ജനസംഘം കോൺഗ്രസ് ഒറ്റ സ്ഥാനാർത്ഥി AKGയെ തോൽപ്പിക്കാൻ. അവിടെയും മതനിരപേക്ഷതയുടെ കൊടിക്കൂറ ഉയർത്തിപ്പിടിക്കാൻ പാലക്കാട്ടെ സാധാരണക്കാരായ ജനങ്ങൾ തയ്യാറായി. AKG വിജയിച്ചു. കോൺഗ്രസ് RSS ബാന്ധവം അവിടെ തോൽപ്പിക്കപ്പെട്ടു. പിന്നീടുള്ള ചരിത്രം നമുക്കെല്ലാം ഓർമ്മയിലുള്ളതാണ്. 91 വടകരയും ബേപ്പൂരും KG മാരാരുടെ ആത്മകഥ, കരുണാകരനുമായി ഉണ്ടാക്കിയ ധാരണയുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ 46ഓളം നിയമസഭാ മണ്ഡലങ്ങളിലുണ്ടായ കൂട്ടുകെട്ടിതെല്ലാം കേരള രാഷ്ട്രീയ ചരിത്രത്തിന്റെ ഭാഗമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, മതനിരപേക്ഷ ഇന്ത്യയുടെ വെല്ലുവിളിയായി അനുദിനം നമ്മെ ആശങ്കപ്പെടുത്തുന്ന വർഗീയത, ആ വർഗീയത നമ്മുടെ രാജ്യത്ത് തഴച്ചു വളരാൻ അവസരമുണ്ടാക്കി കൊടുത്തത്, വർഗീയതയുടെ വളമായി നിന്നത് ഇന്ത്യയിലെ വലതുപക്ഷ രാഷ്ട്രീയമായിരുന്നു എന്ന യാഥാർത്ഥ്യം നമുക്ക് കാണാതിരിക്കാനാവില്ല. ഞാൻ കൂടുതൽ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടന്നു പോകണമെന്ന് ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ എല്ലാം ബഹുമാന്യനും പ്രിയങ്കരനുമായ സുനിൽ മാഷ് ഇവിടെ വേദിയിലുണ്ട്. ഇന്ന് നമ്മുടെ നാട്ടിലെ എല്ലാ ജനാധിപത്യ മതനിരപേക്ഷവാദികളെയും സംബന്ധിച്ചിടത്തോളം ഈ ക്രൂരമായ കാലത്ത് ഒരു ആശ്വാസമായി അനുഭവപ്പെടുന്ന വാക്കുകളാണ് സുനിൽ മാഷുടെ വാക്കുകൾ. അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് വേണ്ടി നിങ്ങൾ കാതോർത്തിരിക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം. അദ്ദേഹം നമ്മുടെ ഈ കാലഘട്ടത്തിൽ വർഗീയതയ്ക്കെതിരായ വിപുലമായ ജനാധിപത്യ മതനിരപേക്ഷ ചിന്താഗതിക്കാരുടെ പ്രതിരോധത്തിന് ഇന്ധനം പകരുന്ന ഒരു വ്യക്തിത്വമാണ്. മാഷ് വിശദമായി തന്നെ ഈ വിഷയത്തെക്കുറിച്ച് ഇവിടെ സംസാരിക്കും എന്ന് ആശിച്ചുകൊണ്ട് ഞാൻ കൂടുതൽ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടന്നു പോകാതെ, നമ്മുടെ രാഷ്ട്രം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ, ഏറ്റവും പ്രഹരശേഷിയുള്ള വെല്ലുവിളിയാണ് വർഗീയത എന്ന് ശരിയായി തിരിച്ചറിഞ്ഞുകൊണ്ട് വർഗീയതയ്ക്കെതിരായ പോരാട്ടം അനുനിമിഷം നാം ഏറ്റെടുത്ത് നടത്തേണ്ടതാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എന്റെ ഈ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഔപചാരികതയ്ക്ക് വേണ്ടി ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിക്കുന്നു.